ഹായ് ഫ്രണ്ട്സ്, ഞാൻ അശ്വതി സജിൻ. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പടവലങ്ങ കറിയാണ്. നല്ല നാടൻ രീതിയിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നല്ലൊരു പടവലങ്ങ കറിയാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാം. അതിന് മുന്നേ ഒരു കാര്യം, എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ വീട്ടിലോട്ട് കിടക്കാം. പടവലങ്ങ, ഞാനൊരു ഇടത്തരം പടവലങ്ങ എടുത്തിട്ടുണ്ട്. പടവലങ്ങ അത് നമുക്ക് കട്ട് ചെയ്യാം. അപ്പം ആദ്യം നമുക്ക് ഇതിൻ്റെ തോല് സ്ക്രബ് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഇതിൻ്റെ മുരിയൊക്കെ നന്നായി കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നടു ഒന്ന് ഇങ്ങനെ ജസ്റ്റ് കീറിയിട്ട് ഇതിൻ്റെ ഉള്ളിലെ കുരുക്കളൊക്കെ നമ്മൾ വിരൽ ഉപയോഗിച്ച് നീക്കിയെടുക്കാം. ഇതുപോലെ വൃത്തിയായിട്ട് ചെയ്യാം. ഇനി എങ്ങനെ കട്ട് ചെയ്യണമെന്ന് വെച്ചാൽ ഇതുപോലെ 2 പീസാക്കുക, രണ്ടിൻ്റെയും. എന്നിട്ട് അതിന് ശേഷം ഇതിൻ്റെ നടുവിൽ കൂടെ ഒന്നും കൂടി കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 പീസായിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എല്ലാതും അതുപോലെ ചെയ്യാം. എല്ലാതും ഞാനിങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിത് എല്ലാതും വെച്ചിട്ട് ഇങ്ങനെ ഒപ്പം വെച്ച് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഏതാണ്ട് ഇതുപോലൊക്കെ ഇത്ര വലിപ്പത്തിൽ കിട്ടും. നമുക്ക് ഇത്ര വലിപ്പമാണ് വേണ്ടത്. ഇനി നമുക്കിത് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അടുത്ത് നമുക്ക് ഇതിലോട്ട് ചേർക്കേണ്ടത് ഇതുപോലത്തെ ചെറിയൊരു കഷ്ണം, 1/2 പീസ് സവാള, ഒരു വലിയ തക്കാളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് വേണ്ടത്. അപ്പോൾ നമുക്കത് സവാള കട്ട് ചെയ്യാം. ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്യാം. അധികം തിന്നാക്കണ്ട. ഇത് ഈ തക്കാളിയുടെ വെളുത്ത പാട്ട് എനിക്കിഷ്ടമില്ല, അപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളയാറുണ്ട്. തക്കാളി ഇതുപോലെ കട്ട് ചെയ്യാം. അധികം തിന്നാക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചി നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. പച്ചമുളകും ഇതുപോലെ നീളത്തിൽ ചെയ്യാം. ഇനി നമുക്കിതെല്ലാതും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. സവാള ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഇങ്ങനെ തിരുമ്പി ചേർക്കുന്നത് നല്ലതായിരിക്കും. ബാക്കി അത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്. അതിനുശേഷം ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കോൽപ്പുളി എടുത്ത് ഞാൻ പിഴിഞ്ഞ വെള്ളം ചേർക്കുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് 1 കപ്പ് വെള്ളം ചേർത്ത് മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കാം. ശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 3 വിസിൽ വരുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇത് വിസിൽ വരുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴേക്കും നമുക്ക് ഇതിന് ആവശ്യമായ അരപ്പ് തയ്യാറാക്കാം. അതിന് വേണ്ടി ഒരു അരമുറി തേങ്ങ ചെരുവിയത് എടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, പകുതി തേങ്ങ.
അപ്പോൾ നമുക്കിത് അരച്ചെടുക്കാം. ഇതിൻ്റെ പാലാണ് വേണ്ടത്, അരപ്പല്ല. അപ്പോൾ ഇത് പാല് നമുക്ക് എടുക്കാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നല്ല കട്ടിയുള്ള പാലാണ് എടുക്കുന്നത്. അപ്പം അധികം വെള്ളം ഒഴിക്കണ്ട, നല്ല കട്ടിയുള്ള പാലെടുക്കുക. അപ്പം ഞാൻ പാല് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്, നല്ല കട്ടി പാല് ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇടത്തരം പടവലങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒരു അരമുറി മതി. അപ്പോൾ ഒരു ഇടത്തരം തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അതിൻ്റെ പാലാണ് ഇത് കേട്ടോ. അപ്പം 3 ഫിസിൽ വന്നു, ആവിയൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ തക്കാളിയും പടവലങ്ങയൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, എന്തുടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതാണ്ട് ഇതുപോലെ ഇട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് ഒരു 3 മിനിറ്റ് നേരം നന്നായി തിളപ്പിക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാം. അതിന് ശേഷം ഉള്ളി കാച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പം ഞാൻ നമ്മുടെ നല്ല കട്ടി തേങ്ങാപ്പാൽ ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഇനി ഒരു 3 മിനിറ്റ് നേരം നന്നായി തിളപ്പിച്ചെടുക്കാം. അധികം അതിൽ കൂടുതൽ വേണ്ട, തേങ്ങാപ്പാൽ അധികം തിളപ്പിച്ച് വന്നാൽ അതിൻ്റെ ടേസ്റ്റ് പോവും, നമ്മുടെ കറിയുടെ ടേസ്റ്റ് പോവും. അപ്പോൾ മാക്സിമം 3 മിനിറ്റ് മതി കേട്ടോ. ഞാനിത് ടേസ്റ്റ് നോക്കി, അപ്പോൾ ഉപ്പ് ഇത്തിരി ലേശം കുറവുണ്ട്. അപ്പോൾ ഞാൻ ആവശ്യത്തിന് ഉപ്പ് വീണ്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളതുപോലെ ഉപ്പും എരിവൊക്കെ നോക്കിയിട്ട് ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇത് ഏതാണ്ട് 3 മിനിറ്റ് ആയിട്ടുണ്ട്. കറി നന്നായി തിളച്ച് കട്ടിയായിട്ടുണ്ട്. ഇതിൽ ഞാൻ കോൽപ്പുളിയാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ കോൽപ്പുളിയുടെ ടേസ്റ്റ് അധികം ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് കുടംപുളി ചേർക്കാം. കുടംപുളി ഒരു ചെറിയ കഷ്ണം ചേർക്കാം. അപ്പോൾ ഒരു മീൻ കറിയുടെ ടേസ്റ്റ് വരും. അപ്പോൾ ഞാനിത് തീ ഓഫ് ചെയ്ത് ലാസ്റ്റ് നമുക്ക് കറി കാച്ചെടുക്കാം. അതിന് വേണ്ടി 4 ചെറിയ ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞു കൊടുക്കാം. ഇനി നമുക്ക് കറി കാച്ചെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലോട്ട് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ച ചുവന്നുള്ളി അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളി ലൈറ്റ് ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിന് വേപ്പില ചേർത്ത് കറിയിലോട്ട് ചേർക്കാം. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ചോറിൽ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പടവലങ്ങ കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് കരുതുന്നു.